മുത്തശ്ശി, അവർക്ക് നമ്മുടെ മനുചേച്ചി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ ആജുബെ എന്ത് ചെയ്യാൻ കഴിയും? ശരിയല്ലേ? സർ, ആ പെൺകുട്ടി കാരണം എല്ലാ ബ്രിട്ടീഷുകാർക്കും നാണക്കേടുണ്ടായിരിക്കുന്നു. What the hell? It's a game. ഗെയിമിലാണ് പരാജയപ്പെട്ടത്. ഗെയിമിൽ തോൽവിയും പരാജയമുണ്ടാകും. ഇത് വെറും ജയവും തോൽവിയുമല്ല. ആ പെൺകുട്ടി നമ്മുടെ നിയമങ്ങളെ ഭയക്കുന്നില്ല. ഈ പെൺകുട്ടി നമ്മോട് ഗംഗാ നദീ തീരത്ത് വെള്ളം കൊടുക്കുന്ന പേരിൽ നമ്മുടെ പ്രിസണേഴ്സിനെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ നമ്മുടെ ഓഫീസേഴ്സിനോട് മിസ്ബിഹേവ് ചെയ്തു. Then arrest her immediately. സർ, ആരാണ് പെൺകുട്ടി എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഒരു കാര്യം മാത്രം അറിയാൻ കഴിഞ്ഞു. അവൾ ബിഠൂറിലെ പേഷ്വ ബാജിറാവുവിനോടൊപ്പം ഇവിടുത്തെ ജമീന്ദാറായ ശ്യാം റാവുവിനോടൊപ്പമാണ് എത്തിയതെന്ന് അയാളോട് ചോദിക്കും. നമ്മൾ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. Where is he? Get him in. Who do you say? എവിടെയാണ് ആ പെൺകുട്ടി? സർക്കാർ, നിങ്ങൾ എന്നെ വിശ്വസിച്ചാലും ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്കറിയില്ല ആ പെൺകുട്ടി ആരാണെന്ന്. അവൾ നിങ്ങളുടെ അടുത്ത് വന്നു, എന്നിട്ടും നിങ്ങൾക്കറിയില്ലെന്നോ? സർക്കാർ, ബിദൂറിലെ പേഷുവായ ബാജിറാവുവിനോടൊപ്പം ധാരാളം ആൾക്കാർ വന്നിരുന്നു സർക്കാർ. എനിക്ക് എങ്ങനെ അറിയാം അവൾ ആരുടെ മകളാണെന്ന്? Don't worry, sir. ഇയാൾ എല്ലാം പറയും. നന്നായിട്ട് ചോദിക്കൂ ഇയാളോട്, എന്നിട്ട് അറസ്റ്റ് ചെയ്യുക പെൺകുട്ടിയെ. Bring him out. സർക്കാർ, നിങ്ങൾ എന്നെ വിശ്വസിച്ചാലും ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്കറിയില്ല അവൾ ആരാണെന്ന്. ബിഠൂറിലെ പ്രിയജനങ്ങളെ, നിങ്ങളെല്ലാവരും ഈ പ്രവാസി പേഷ്വായുടെ സുഖദുഃഖങ്ങളിലെല്ലാം കൂടെ നിന്നു. ഒരിക്കലും ഗൃഹമില്ലാത്തവനാക്കിയില്ല. ഈ ബാജിറാവുവും പൂനെയിൽ നിന്ന് കൂടെ വന്ന 10,000-ഓളം ജനങ്ങളും ശരണാർത്ഥികളാണ്. ഈ സ്ഥാനഭ്രഷ്ടനായ പേഷ്വായോട് നിങ്ങൾ കാട്ടിയ സ്നേഹം ഈ ജന്മത്തിൽ വിസ്മരിക്കാനാവില്ല. മഹാരാജൻ, ഇത് പറഞ്ഞ് അങ്ങ് ഞങ്ങളെ ലജ്ജിപ്പിക്കുകയാണ്. താങ്കൾ ഇവിടെ വന്നതിനാൽ ബിത്തൂറിന്റെ മഹിമ 4 പാഠം പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ സ്നേഹമാണ്. ഈ സ്നേഹം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിഠൂർവാസികളെ, ഇന്ന് നാം നമ്മുടെ പുത്രിയുടെ വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു മഹാവിരുന്നൊരുക്കിയിരിക്കുകയാണ്. എല്ലാവരോടും ഒരു അപേക്ഷ. നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നതാണ് എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ ആതിഥ്യ മര്യാദ. മഹാരാജാവ് ബാജിറാവ് പേഷ്വ, മഹാരാജാവ് ബാജിറാവ് പേഷ്വ, മഹാരാജാവ് ബാജിറാവ് പേഷ്വ, മഹാരാജാവ് ബാജിറാവ് പേഷ്വ, മഹാരാജാവ് ബാജിറാവ് പേഷ്വ.
എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്കെല്ലാം അറിയാം. പറയൂ, ആരാണ് ആ പെൺകുട്ടി? എനിക്കൊരു കാര്യം മാത്രമേ അറിയാവൂ. അവൾ വിദൂർ മഹാരാജാവിന്റെ ഏതോ സേവകന്റെ മകളാണ്. നിങ്ങൾ അങ്ങനെ ഒന്നും പറയില്ല. നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ കമ്മീഷണർ സാറിന്റെ ഓർഡറാണ് നിങ്ങളുടെ ജീവൻ എടുത്തേക്കാൻ. I shall kill you. ശരീരത്തിൽ ഉപ്പിടൂ. Bloody idiot. സത്യം പറയൂ. Check. It's a news, sir. It's a complicated situation. No, my son. Situation ഒന്നും അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് അല്ല. ഇതെല്ലാം സേഫ് ആക്കി വെക്കാനുള്ള രീതി അറിയണം. Sir, എന്ത് പറ്റി കൈൻ? നമ്മൾ ശ്യാം റാവുവിനെ നന്നായി ചോദ്യം ചെയ്തു, പക്ഷേ അയാൾ ഒന്നും തന്നെ പറയുന്നില്ല. I really doesn't know about that brown monkey girl. Girl? This is impossible. ഇത്രയും വലിയ ക്രൗഡിൽ അവളെ മാത്രം ആർക്കും അറിയില്ലെന്നോ? Sir, നമുക്ക് ഇതുവരെയും ഇത്രയേ അറിയാൻ കഴിഞ്ഞുള്ളൂ. അവൾ ബേഥൂരിലെ ബാജിറാവുവിന്റെ ഏതോ സെർവന്റിന്റെ മകളാണ്. ബിഥൂരിലെ ബാജിറാവുവിന്റെ സെർവന്റിന്റെ മകളോ? It's my order. എനിക്ക് പെൺകുട്ടിയുടെ പേരറിയണം. Okay, sir. Why so tension, sir? Nothing. Administration, politics. These are very complicated. Just you said, sir. Situations അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷേ ഇതെല്ലാം സേഫ് ആക്കി വയ്ക്കാനുള്ള രീതി അറിയണം. Check and mate. And I know about that monkey girl. ആരാണ്? ഇന്ന് നീ എന്റെ സഹോദരിയെ രക്ഷിച്ചതിന് ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയാന്ന്? ഏയ്, എനിക്ക് നിന്റെ നന്ദിയൊന്നും വേണ്ട കേട്ടോ. എനിക്കിതൊന്നും ഇഷ്ടമല്ല. എന്റെ ദൈവമേ, നീ അവളല്ലേ അന്ന് നമ്മുടെ നാനാജ്യേഷ്ഠൻ? അന്ന് അയ്യോ ചേച്ചി, ഒരുപാട് താമസിച്ചു പോയി. അച്ഛൻ ശരിക്കും വഴക്കു പറയും. എന്തിനാ ദേഷ്യപ്പെടുന്നത്? അല്ല, അച്ഛന്റെ ദേഷ്യത്തെ കുറിച്ച് നിനക്കറിയാലോ. എനിക്കറിയാമെന്നോ? അതെ, നീയായിരുന്നല്ലോ അന്ന് ഞങ്ങളുടെ അച്ഛനെ ഗംഗാതീരത്ത് വെച്ച്. വിദ്യ കൊണ്ട് വിനയം പ്രാപ്തമാകുന്നു. എന്നാൽ അങ്ങയുടെ അഹങ്കാരം കണ്ടില്ലേ? ഭദ്രൻ മഹാഗുരു, സ്വർണ്ണ നാണയം. ഈ സ്വർണ്ണ നാണയം നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചു? പിന്നെ അച്ഛാ, ആ പേഷ്വ മഹാരാജാവ് കാൺപൂരിൽ നിന്ന് തിരിച്ചെത്തി. അദ്ദേഹം തന്നത് സ്വർണ്ണ നാണയം. നിങ്ങൾ രണ്ടുപേരും അകത്തു പോകൂ. പ്രണാമം ഗുരുദേവ. ആയുഷ്മാൻ ഭവ. അല്ല, ഈ സ്വർണ്ണ നാണയങ്ങൾ അങ്ങയുടെ കയ്യിൽ എന്ന് വെച്ചാൽ അങ്ങയുടെ പുത്രിമാർ സുരക്ഷിതരായി തിരികെ എത്തിയ. സുരക്ഷിതരെന്ന് ഉദ്ദേശിച്ചത്? അത് ആ ബാജിറാവു എന്ന ചതിയൻ തിരികെ വന്നിരിക്കുകയില്ലേ കാൺപൂരിൽ നിന്ന്. എന്നിട്ട് വെള്ളക്കാരന്മാർ നൽകിയ ഭിക്ഷ ബിഥൂറിലെ ജനങ്ങൾക്ക് പങ്കുവെക്കുകയായിരുന്നു. ഗുരുദേവ, താങ്കളുടെ ഇളയ മകൾ പണമെടുക്കുന്നതിൽ മുഴുകിയത് കാരണം കുതിരകൾക്കിടയിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടു. കാരണം അങ്ങയുടെ
സൽസ്വഭാവിയും സുശീലയുമായ പുത്രി വൈശാലി മറ്റൊരു പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുകയായിരുന്നല്ലോ. നീ ഇപ്പോൾ എന്താണ് പറഞ്ഞത്? എന്നോട് ക്ഷമിച്ചാലും ഗുരുദേവ, അങ്ങയുടെ ശിഷ്യൻ എന്താണോ കണ്ടത് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിലും ഇതിൽ തെറ്റ് നാനാ സാഹിബിൻ്റെതുമല്ല, നമ്മുടെ വൈശാലിയുടേതുമല്ല. തെറ്റിന് മുഴുവൻ കാരണം രതിദേവിയുടെ പ്രേമബാണമാണ്. എനിക്ക് പ്രസാദം അങ്ങ് നൽകിയല്ലോ ഗുരുദേവ. പക്ഷെ ബാജിറാവു അവിടെ ബ്രഹ്മഭോജനം നൽകാൻ തയ്യാറെടുക്കുകയാണ്. ശുദ്ധ സാത്വികമായ ഭോജനത്തോടൊപ്പം സ്വർണ്ണ നാണയങ്ങളും പ്രസാദമായി നൽകുകയാണ് അവിടെ. അങ്ങ് പോകുന്നില്ലേ? സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം വിഷ്ണവേ നമഃ. ഓം വിഷ്ണവേ നമഃ. പ്രസാദം സ്വീകരിച്ച മതിയാക്കൂ നിങ്ങൾ. കൊള്ളാം. അതിഥികൾ അത്ഭുതം. തന്റെ കുലം, അഭിമാനം തുടങ്ങിയവയെ അപമാനിച്ചുകൊണ്ട് ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ആരാണെന്ന് പോലും ഒരാളും ചിന്തിച്ചില്ല. ഭിക്ഷാടകരെ പോലെ ഭോജനത്തിനായി വന്നിരിക്കുന്നു. നിങ്ങളേവരും കാന്യകുബ്ജ ബ്രാഹ്മണരാണെന്നും മറന്നോ? സർവശ്രേഷ്ഠ ബ്രാഹ്മണർ. ഇനിയെങ്കിലും കുറച്ച് ആത്മാഭിമാനം അവശേഷിക്കുന്നുവെങ്കിൽ ഈ ദാനം കിട്ടിയ ഭക്ഷണം ഉപേക്ഷിക്കൂ. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. ആചാര്യവാദരായ, നാം താങ്കളെ കാണാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വരും. വന്നാലും ഈ ഭിക്ഷയായ നാണയങ്ങൾ നിങ്ങളുടെ അനുയായികൾക്ക് വിതരണം ചെയ്യൂ. അല്ലയോ ആചാര്യ, ദയവ് ചെയ്ത് ശാന്തനായാലും. എന്നിട്ട് കേൾക്കൂ. ഇല്ല, ഞാൻ കേൾക്കാനല്ല പറയാനാണ് വന്നത്. ഒരുപക്ഷെ താങ്കളുടെ പുത്രനാണെന്ന് പറയപ്പെടുന്നവൻ അഹങ്കാരം ഉപേക്ഷിച്ചില്ലെങ്കിൽ ബിഥൂർ മുഴുവനും താണ്ഡവം നടക്കും. താണ്ഡവം. മതി, നിർത്താനാണ് പറഞ്ഞത്. സംസാരം അതിര് കടക്കുന്നു. നോക്കൂ, ഇപ്രകാരം നിങ്ങൾ നിശബ്ദമായി നിന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയില്ല. പ്രശ്നങ്ങൾ താങ്കളാണ് സൃഷ്ടിക്കുന്നത്. ഇനി ഒരക്ഷരം
ഒരക്ഷരം ശ്രീമന്ത് സാഹിബിനെതിരായി താങ്കൾ സംസാരിച്ചാൽ ഞാൻ താത്യ, ബാജിറാവു, ഞാൻ കാന്യകുബ്ജ ബ്രാഹ്മണൻ നിങ്ങളെ ശപിക്കുന്നു. എപ്രകാരമാണോ നിങ്ങളുടെ ദത്തുപുത്രൻ എന്റെ പുത്രിയെ അപമാനിക്കാനും ലജ്ജിപ്പിക്കാനുമായി ശ്രമിച്ചത്, അപ്രകാരം നിങ്ങളും ആജീവനാന്തം ഒരു ലജ്ജിക്കപ്പെട്ട വ്യക്തിയായി ജീവിക്കാൻ ഇടവരട്ടെ.